Last class we discussed about topic wide sense stationary process. What is a random process? Random process is a indexed set of random variables. The collections of random variables is called a random process. X of t stationary wide sense stationary process means stationary process means stationary process. ഒരു റാൻഡം പ്രോസസ്സ് ഒരു ലെറ്റ് എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു റാൻഡം പ്രോസസ്സ് സ്റ്റേഷനറി പ്രോസസ് ആണെന്ന് പറയണമെങ്കിൽ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഒരു റാൻഡം പ്രോസസ് ആണ്. ഇനി ഇതിനകത്തുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത് തന്നെയാണ് ടി വൺ ടി ടു എക്സെട്ര ടി എൻ. എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഒരു റാൻഡം പ്രോസസ് ആണ്. അതിനകത്ത് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ, ടി വൺ ടി ടു എക്സെട്ര ടി എൻ. ഇനി ബി എ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, ഇനി ഈ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന റാൻഡം പ്രോസസ്സ് സ്ട്രിക്റ്റ് സെൻസ് സ്റ്റേഷനറി പ്രോസസ് ആണെന്ന് പറയണമെങ്കിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ ഇതാണ്. ഈ എഫ് ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ ടി വൺ ടി ടു എക്സെട്ര ടി എൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ T1 plus tau, T2 plus tau, etc. Tn plus tau. അതായത് ഒരു റാൻഡം പ്രോസസ്സ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ ടി വൺ ടി ടു എക്സെട്ര ടി എൻ. ഇനി ഈ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ അകത്ത് ഈ ടൈമിൻ്റെ അകത്ത് ഒരു ഷിഫ്റ്റ് കൊടുക്കുന്നു, ഒരു സ്മോൾ ചേഞ്ച്. ടി വണ്ണിലെടുക്കുക ടി വൺ പ്ലസ് ടോ, ടി ടു ഉള്ളെടുക്കുക ടി ടു പ്ലസ് ടോ, അങ്ങനെ ഒരു പർട്ടിക്കുലർ നമ്പർ ഷിഫ്റ്റ് ചെയ്യുന്നു, ഒരു ടൈം ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ റാൻഡം പ്രോസസ് ഈ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന് ഒരു ചേഞ്ചും ഉണ്ടാവുന്നില്ല. അതാണ് ഈ സ്റ്റേഷനറി പ്രോസസ് എന്ന് വെച്ചാൽ. ക്ലിയർ ആണോ? അതായത് ഇതിൻ്റെ അകത്തുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനകത്തുള്ള ടൈം വേരിയബിൾ, ടൈം പാരാമീറ്ററിനകത്ത് ഒരു സ്മോൾ ചേഞ്ച്, ടി വണ്ണിൻ്റെ എടുക്കുക ടി വൺ പ്ലസ് ടോ, ടി ടുവിൻ്റെ എടുക്കുക ടി ടു പ്ലസ് ടോ, അങ്ങനെ കൊടുത്താൽ ആ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന് നോ ചേഞ്ച്, ഒരു ചേഞ്ചും ഉണ്ടാകുന്നില്ല. അങ്ങനെയുള്ള പ്രോസസ്സിന്, അങ്ങനെയുള്ള റാൻഡം പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്റ്റേഷനറി പ്രോസസ്സ്. ക്ലിയർ ആണോ? അതിന്റെ ഡെഫിനിഷൻ ക്ലിയർ ആണോ? ഡെഫിനിഷൻ ക്ലിയർ ആണോ? ഓക്കെ. അപ്പം ഇനി ഇത് ഒരു പ്രോസസ്സ് സ്റ്റേഷനറി പ്രോസസ് ആണോ എന്ന് നമ്മളോട് ചെക്ക് ചെയ്യാൻ ചോദിച്ചാൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതാണ്. എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഇതിന് സ്ട്രിക്റ്റ് സെൻസ് സ്റ്റേഷനറി പ്രോസസ് എന്ന് പറയാം. എക്സ് ഓഫ് ടി എന്ന് പറയുന്ന റാൻഡം പ്രോസസ്സ് സ്ട്രിക്റ്റ് സെൻസ്, അതായത് SSS എന്ന് പറയാം, സ്ട്രിക്റ്റ് സെൻസ് സ്റ്റേഷനറി പ്രോസസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ രണ്ട് കണ്ടീഷൻസ് ചെക്ക് ചെയ്താൽ മതി. ഒന്ന് ഇ ഓഫ് എക്സ് ഓഫ് ടി, എക്സ്പെക്ടേഷൻ ഓഫ് റാൻഡം പ്രോസസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണോ നോക്കിയാൽ മതി, കോൺസ്റ്റന്റ്. രണ്ടാമത്തെ കണ്ടീഷൻ ഇഒ ആർ, അതായത് ഓട്ടോ കോറിലേഷൻ, ആർ ഓഫ് ടി വൺ ടി ടു ഈക്വൽ ടു ആർ ഓഫ് ടി ടു മൈനസ് ടി വൺ. ഈ ഫോമിൽ എഴുതാൻ പറ്റുവാണെങ്കിൽ നമുക്ക് പറയാം. ഇതതിന്റെ ഡെഫിനിഷൻസ് ആണ്. നമ്മളോടൊരു പ്രോസസ്സ്, റാൻഡം പ്രോസസ്സ് സ്ട്രിക്റ്റ് സെൻസ് സ്റ്റേഷനറി പ്രോസസ് ആണോ ചെക്ക് ചെയ്യാൻ ചോദിച്ചാൽ ഇതാണ് ചെയ്യേണ്ടത്. ഈ രണ്ട് കണ്ടീഷൻസ് ചെക്ക് ചെയ്താൽ മതി. ഇ ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണോ നോക്കിയാൽ മതി. രണ്ടാമത്തെ കണ്ടീഷൻ ഓട്ടോ കോറിലേഷൻ, ആർ ഓഫ് ടി വൺ ടി ടു ഈക്വൽ ടു ആർ ഓഫ് ടി ടു മൈനസ് ടി വൺ. ഇതിനെ സിമ്പിൾ ആയിട്ട് ആർ ഓഫ് ടോ എന്നും പറയും. നൊട്ടേഷൻ മാത്രമാണ് ആർ ഓഫ് ടോ എന്ന്. where tau equal to
T2 മൈനസ് T1. ഇത് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണ്. ഇനി ഇതേപോലത്തെ ഒരു പ്രോസസ്സാണ് വൈഡ് സെൻസ് സ്റ്റേഷനറി പ്രോസസ്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഈ വൈഡ് സെൻസ് സ്റ്റേഷനറി പ്രോസസ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണ്. അതിന് നമ്മൾ WSS എന്ന് പറയും. വൈഡ് സെൻസ് സ്റ്റേഷനറി പ്രോസസ്സ്. ഇതേ ഡെഫിനിഷൻ തന്നെയാണ് ഒരു റാൻഡം പ്രോസസ്സ്. എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു റാൻഡം പ്രോസസ്സ് വൈഡ് സെൻസ് സ്റ്റേഷനറി പ്രോസസ്സ് ആകാനുള്ള കണ്ടീഷൻ ഇതാണ്. നേരത്തെ സ്ട്രിക്റ്റ് സെൻസ് സ്റ്റേഷനറി പ്രോസസ്സിന്റെ സെയിം കണ്ടീഷൻ തന്നെയാണ് വൈഡ് സെൻസ് സ്റ്റേഷനറി പ്രോസസ്സിന്റെയും കണ്ടീഷൻ. അപ്പോൾ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് റാൻഡം പ്രോസസ്സ് ആണെങ്കിൽ ആ റാൻഡം പ്രോസസ്സ് വൈഡ് സെൻസ് സ്റ്റേഷനറി പ്രോസസ്സ് ആവണമെങ്കിൽ രണ്ട് കണ്ടീഷനാണ്. ഒന്ന് ഇ ഓഫ് എക്സ്പെക്ടേഷൻ, ഇ ഓഫ് എക്സ് ഓഫ് ടി ഈക്വൽ ടു കോൺസ്റ്റന്റ് ആയിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ ഓട്ടോ കോറിലേഷൻ, ആർ ഓഫ് ഇങ്ങനെയും പറയും, ആർ എക്സ് എക്സ് ഓഫ് T1 T2 ഈക്വൽ ടു ആർ ഓഫ് T2 മൈനസ് T1 വിച്ച് ഇസ് ഈക്വൽ ടു സെയിം കണ്ടീഷൻ തന്നെയാണ് സ്ട്രിക്റ്റ് സെൻസ് സ്റ്റേഷനറി പ്രോസസ്സിനും വൈഡ് സെൻസ് സ്റ്റേഷനറി പ്രോസസ്സിനും. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒരു പ്രോബ്ലം തന്നിട്ടത് വൈഡ് സെൻസ് സ്റ്റേഷനറി പ്രോസസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിരിക്കും. അപ്പൊ ഇത് രണ്ടും ചെക്ക് ചെയ്താൽ മതി. ഇ ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണോ, സെക്കൻഡ് വൺ ഓട്ടോ കോറിലേഷൻ ആർ എക്സ് എക്സ് ഓഫ് T1 T2 ഈക്വൽ ടു ആർ ഓഫ് T2 മൈനസ് T1 ആണോ, രണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്താൽ മതി. അതിന്റെ പ്രോബ്ലം ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത്. നമുക്ക് ഈ ക്ലാസ്സിൽ വേറൊരു പ്രോബ്ലം ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ പ്രോബ്ലംസും ഇമ്പോർട്ടൻ്റ് ആണ്. ഷോ ദാറ്റ്, ഇതാണ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദി റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടി ഈക്വൽ ടു ആൽഫ കോസ് ബീറ്റ ടി പ്ലസ് 5 ആൽഫ ഇൻറ്റു കോസ് ബീറ്റ ടി പ്ലസ് 5 ഈസ് എ wide sense stationary process is WSS process where alpha and beta are constant, and phi is uniformly distributed random variable in 0 to pi. Question idana, show that a random process x of t equal to r cos beta t plus 5 is a WSS process where alpha and beta are constant and phi is a uniformly distributed random variable in 0 to pi. അപ്പോൾ ഇവിടെ ആൽഫ എന്ന് പറയുന്നത് ഫൈ എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ ആണ്. അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ് പറയുന്നുണ്ട്. അപ്പോൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിന്റെ ലിമിറ്റും തന്നിട്ടുണ്ട്. നമുക്കറിയാം യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ ലിമിറ്റ് എ ടു ബി ആണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/b മൈനസ് എ ഇഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. അതുപോലെ ഇവിടെ തീറ്റ ആണ് റാൻഡം വേരിയബിൾ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾ. അപ്പൊ നമുക്കറിയാം എഫ് ഓഫ് തീറ്റ ഇസ് ഈക്വൽ ടു 1 ഇവിടുത്തെ എന്റെ പ്ലേസിൽ 0 ആണ്, ബിന്റെ പ്ലേസിൽ 2π ആണ്. അപ്പൊ 1/2π മൈനസ് 0 വിച്ച് ഇസ് ഈക്വൽ ടു 2π. അപ്പൊ എഫ് എന്ന് നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. എഫ് ഫൈ ഓഫ് ഫൈ ആണ്. ഫൈ ഈസ് എ റാൻഡം വേരിയബിൾ.
ദെൻ അപ്പോൾ വൈഡ് സെൻസ് സ്റ്റേഷനറി പ്രോസസ് ആണ് പ്രൂവ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ കണ്ടീഷനായ ഇ ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണോ നോക്കിയാൽ മതി. ഇ ഓഫ് എക്സ് ഓഫ് ടി ഈക്വൽ ടു ഇ ഓഫ് എക്സ് ഓഫ് ടി ഈസ് this x of t is a random process this, therefore e of alpha cos beta t plus phi, alpha and beta are constant, phi is a random variable. Okay, so e of x of t is defined as a phi is uniformly random variable, therefore phi is continuous random variable. Continuous random variable, then e of x is in second module e of x equal to minus infinity to plus infinity x into f of x dx. x f of x എന്ന് പറയുന്ന കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ അവിടുത്തെ എക്സ്പെക്ടേഷൻ ഓഫ് x ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. അപ്പൊ ഇവിടെ എക്സ് ആണ് റാൻഡം വേരിയബിൾ എങ്കിൽ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഫൈ ആണ് റാൻഡം വേരിയബിൾ. അപ്പൊ ഫൈന്റെ ലിമിറ്റ് എവിടെ നിന്ന് അടുത്തം വരെയാൻ തന്നിട്ടുണ്ട്, ഇവിടെ ആൽഫ കോൺസ്റ്റന്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ എക്സ്പെക്ടേഷന്റെ പുറത്തെടുക്കാം ആൽഫനെ. ഇ ഓഫ് എ എക്സ് എന്ന് പറയുന്നത് എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. അപ്പൊ ഈ ആൽഫ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ആൽഫനെ ഔട്ട് സൈഡിൽ എടുക്കാം. ആൽഫ ഓഫ് ഇ ഓഫ് കോസ് ബീറ്റ ടി പ്ലസ് ഫൈവ് which is equal to alpha into നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ ഫൈ ആണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഫൈന്റെ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട് എഫ് എക്സ് എഫ് ഐ ഓഫ് ഫൈ ഈക്വൽ ടു 1/2π. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഫൈ ഇസ് എ യൂണിഫോംലി റാൻഡം വേരിയബിൾ ആണ്, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. അപ്പൊ ഇവിടുത്തെ ഫൈന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0 to 2π ആണ്. അപ്പൊ ഇവിടെ ഇന്റഗ്രൽ 0 to 2π x into f of x ആണ്. x is cos beta t plus 5 into f of x is 1/2π ആണ്. f of x is 1/2π. ഇത്ര വരെ പറഞ്ഞ ക്ലിയർ അല്ലേ? പറഞ്ഞത് ക്ലിയർ അല്ലേ? അപ്പം ഇനി എന്ത് ചെയ്യാം, ഇൻറ്റു എഫ് ഓഫ് ഇവിടെ ഇവിടുത്തെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ എഫ് ഓഫ് തീറ്റ ആണ്. എഫ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞാൽ 1/2π ഇൻറ്റു ഡി ഫൈ. അതായത് ഇവിടെ വേരിയബിൾ എന്ന് പറയുന്നത് ഫൈ ആണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഇന്റഗ്രൽ ഫൈ വരും, വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു 1/2π എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അതിന് നമുക്ക് ഔട്ട് സൈഡിൽ എടുക്കാം. ആൽഫ ബൈ 2π ഇൻറ്റു ഇന്റഗ്രൽ 0 to 2π. ഫൈ ആണ് 0 to 2π. ഫൈ ഈക്വൽ ടു 0 to 2π കോസ് ബീറ്റ ടി മൈനസ് ബീറ്റ ടി പ്ലസ് 5 ഇൻറ്റു ഡി ഫൈ. അപ്പോൾ ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ഫൈ ആണ്. വിത്ത് റെസ്പെക്ട് ടു ഫൈ ആണെങ്കിൽ കോസ് ബീറ്റ ടി പ്ലസ് സൈൻ ഫൈ, കോസിന്റെ ഇന്റഗ്രല് സൈൻ ആണ്. അപ്പോൾ ആൽഫ ബൈ 2π ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് കോസ് സൈൻ ബീറ്റ ടി പ്ലസ് 5. ബീറ്റ കോൺസ്റ്റന്റ് ആണ്. ടി എന്ന് പറയുന്നത് ടൈം പാരാമീറ്റർ ആണ്. അപ്പൊ ബീറ്റ ടി വിത്ത് റെസ്പെക്ട് ടു ഫൈ ആകുമ്പോൾ ടി കോൺസ്റ്റന്റ് ആണ്. ranges to 0 to 2π, which is equal to alpha by 2π into upper limit find place upper limit ഇട്ട് കൊടുത്ത sin beta t plus 2π minus sin beta t plus 0, which is equal to alpha by 2π into നമുക്കറിയാം sin തീറ്റ പ്ലസ് 2π എന്ന് പറയുന്നത് സൈൻ തീറ്റ ആണ്. സൈൻ തീറ്റ പ്ലസ് 2π ഈസ് സൈൻ തീറ്റ. ദർഫോർ സൈൻ ബീറ്റ ടി പ്ലസ് 2π ഈസ് സൈൻ ബീറ്റ ടി.
minus sin beta t. Beta t plus 0 beta t. അപ്പോൾ sin beta t minus sin beta t equal to 0. അപ്പോൾ ആൽഫ ബൈ 2 പൈ ഇൻറ്റു 0 വരും. ദിസ് ഈസ് ഈക്വൽ ടു 0. 0 ആയതുകൊണ്ട് കോൺസ്റ്റന്റ് ആണ്. എ കോൺസ്റ്റന്റ് ഈക്വൽ ടു 0 കോൺസ്റ്റന്റ്. അപ്പോൾ ഇ ഓഫ് എക്സ് ഓഫ് ടി ഈസ് കോൺസ്റ്റന്റ് എന്ന് കിട്ടി. നെക്സ്റ്റ് വൈഡ് സയൻസ് സ്റ്റേഷനറി ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ഓട്ടോ കോറിലേഷൻ ആർ ഓഫ് ടി വൺ ടി ടു എന്ന് പറയുന്നത് ആർ ഓഫ് ടി ടു മൈനസ് ടി വൺ അല്ലെങ്കിൽ ആർ ഓഫ് ടോ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പം ഓട്ടോ കോറിലേഷൻ ആർ ഓഫ് ടി വൺ ടി ടു ഈക്വൽ ടു സ്മോൾ ആണ്. ടി വൺ ടി ടു ഈക്വൽ ടു ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി വൺ ഇൻറ്റു എക്സ് ഓഫ് ടി ടു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓട്ടോ കോറിലേഷന്റെ ഡെഫിനിഷൻ എഴുതിയതാണ്. ആർ ഓഫ് ടി വൺ ടി ടു ഈക്വൽ ടു ഇ ഓഫ് എക്സ് ഓഫ് ടി വൺ ഇൻറ്റു എക്സ് ഓഫ് ടി ടു വിച്ച് ഇസ് ഈക്വൽ ടു ഇപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞ ഗിവൺ ദാറ്റ് എന്തായിരുന്നു കോസ് ബീറ്റ ആൽഫ ഇൻറ്റു കോസ് ബീറ്റ ടി പ്ലസ് ഫൈവ്. Then x of t1 is alpha into cos beta t1 plus 5 into alpha cos beta t2 plus 5, which is equal to expectation of alpha into alpha square into cos beta t1 plus theta plus 5 into cos beta t2 plus 5, which is equal to alpha is constant, therefore taking outside the expectation alpha square into e of cos beta t1 plus 5 cos beta t2 plus 5, which is equal to, this is cos a plus b into cos a minus b form. Cos a plus b into cos a minus b form. ഇത് നമുക്ക് cos a plus b plus cos a minus b എന്ന് എഴുതാം. cos a plus b into cos a minus a. സോറി, ഇത് എക്സ്പെക്ടേഷൻ ഓഫ് കോസ് എ കോസ് ബി എന്നുള്ള ഫോമാണ് ഉള്ളത്. കോസ് എ കോസ് ബി അതിന് നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. കോസ് എ കോസ് ബി ഈക്വൽ ടു കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി. ആ ഫോമിൽ ഇതിനെ മാറ്റി എഴുതാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും ആൽഫ സ്ക്വയർ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് കോസ്, ഇത് എ ഇത് ബി ആണ്, ബീറ്റ t1 plus 5 plus beta t2 plus 5 cos a cos b. cos a cos b എന്ന് പറഞ്ഞാൽ cos a plus b plus cos a minus b plus cos beta t1 plus 5 minus beta t2 minus 5, which is equal to alpha square into എക്സ്പെക്ടേഷൻ ഓഫ്, ഇനി കോസിനുള്ളിൽ നോക്കിയ കോസ് ബീറ്റ 1 ബീറ്റ t1 ബീറ്റ t2 പിന്നെ 5 പ്ലസ് 5 പ്ലസ് 5 25. അപ്പോൾ ഇനി ഇങ്ങനെ എഴുതാം, ബീറ്റനെ കോമൺ ആയിട്ട് ഔട്ട് സൈഡിൽ എടുക്കാം, t1 പ്ലസ് t2 പ്ലസ് 25 പ്ലസ് കോസ് ഓഫ് ഉണ്ട് alpha square into expectation of cos beta of t1 plus t2 plus 25 plus next
Next, cos of plus 5 and minus 5 will cancel. Cos of beta of T1 minus T2. Expectation of this, which is equal to alpha square into separate E of x plus y equal to E of x plus E of y. അതുപോലെ എക്സ്പെക്ടേഷൻ ഓഫ് കോസ് അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബീന നമുക്ക് ഇങ്ങനെ എഴുതാം, എ ഇൻറ്റു ഇ ഓഫ് എക്സ് പ്ലസ് ഇ ഓഫ് ബി. ഇ ഓഫ് ബി ഈസ് ബി. എക്സ്പെക്ടേഷൻ ഓഫ് എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് തന്നെയാണ്. അതായത് എ ഇ ഓഫ് എ എക്സ് പ്ലസ് ബീന എ ഇൻറ്റു ഇ ഓഫ് എക്സ് പ്ലസ് ഇ ഓഫ് ബി എന്ന് എഴുതാം. ഇ ഓഫ് ബി ഈക്വൽ ടു ബി തന്നെയാണ്. അപ്പൊ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ഫൈ ആണ്. ഫൈ ആയതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഇങ്ങനെ എഴുതാം, കോസ് ബീറ്റ T1 plus T2 plus 2phi plus expectation of cos beta T1 minus T2. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഫൈ മാത്രമാണ് ഇവിടുത്തെ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ടിയും ബീറ്റയും ടി എല്ലാം വിത്ത് റെസ്പെക്ട് ടു ഫൈ ആയതുകൊണ്ട് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സ്പെക്ടേഷൻ ഇ ഓഫ് കോസ് ബീറ്റ T1 മൈനസ് T2ന് അതുപോലെ തന്നെ എഴുതാം, കോസ് ഓഫ് ബീറ്റ T1 മൈനസ് T2. അത് പറഞ്ഞ മനസ്സിലായനോ? അതായത് ഇവിടെ പറഞ്ഞിട്ടില്ലേ, ഇ ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് ബി എന്ന് പറയുന്നത് ബി തന്നെയാണ്. അതുപോലെ എക്സ്പെക്ടേഷൻ ഓഫ് കോസ് ബീറ്റ T1 മൈനസ് T2 എന്ന് പറയുന്നത് കോസ് ബീറ്റ T1 മൈനസ് T2 തന്നെയാണ്. അത് കോൺസ്റ്റന്റ് ആണ്. വിത്ത് റെസ്പെക്ട് ടു ഫൈ ആണ്. ഫൈ ആണ് ഇവിടുത്തെ റാൻഡം വേരിയബിൾ. അതുകൊണ്ട് ഇത് കോൺസ്റ്റന്റ് ആണ്. which is equal to alpha square into E of ഇനി ഇവിടെ ഡെഫിനിഷൻ എഴുതാ, എക്സ്പെക്ടേഷൻ ഓഫ് കോസ് ബീറ്റ T1 പ്ലസ് T2 പ്ലസ് 2phi ഈക്വൽ ടു ഇന്റഗ്രൽ ഫൈന്റെ ലിമിറ്റ് 0 to 2π ആണ്. 0 to എക്സ്പെക്ടേഷന്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുക. ആൽഫ സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രൽ 0 to 2π എന്തായിരുന്നു, കോസ് ബീറ്റ T1 പ്ലസ് T2 പ്ലസ് 2phi ഇതാണ് എക്സ്. എക്സ് എന്ന് പറയുന്നത് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വരും. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എഫ് ഓഫ് തീറ്റ ആണ്. തീറ്റ എന്ന് പറഞ്ഞാൽ 1/2π ഇൻറ്റു d5 പ്ലസ് നേരത്തെ കോൺസ്റ്റന്റ് കോസ് ബീറ്റ ഓഫ് T1 minus T2, which is equal to alpha square into 2π is constant, taking outside alpha square by 2π into sine cos in the derivative sine beta T1 plus T2 plus 2phi വിത്ത് റെസ്പെക്ട് ടു ഫൈ ആണ്. വിത്ത് റെസ്പെക്ട് ടു ഫൈ ആയതുകൊണ്ട് തന്നെ ഫൈന്റെ കൂടെ ഇവിടെ കോഎഫിഷ്യന്റ് ആയിട്ട് 2 ഉണ്ട് അല്ലേ? ഫൈന്റെ കൂടെ കോഎഫിഷ്യന്റ് ആയിട്ട് 2 ഉണ്ട്. അപ്പൊ ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു d5. സോറി, d5 0 to 2π plus constant plus cos of beta T1 minus T2. Applying first in upper limit 2π, then sine of beta T1 plus T2 plus divided by 2π plus
2 pi phi is 2 pi 2 into 2 pi minus upper limit is 2 pi, then put the phi in place 2 pi, then sine of beta t1 plus t2 plus 2 into 2 pi whole divided by 2 pi minus sine of beta t1 plus t2 plus 0 divided by 2 pi plus constant cos of beta t1 minus t2, which is equal to, we have sine theta plus 4 pi equal to sine theta, and sine theta plus 4 pi is sine theta. So sine beta of t1 plus t2 plus 4 pi, ഇവിടെ 2 pi ഇല്ലേ, ഇവിടെ 2 ഉള്ളൂ, ഡിവൈഡഡ് ബൈ 2 ആണ്. ആ 2നെ ഞാൻ ഇപ്പുറം ഡിവൈഡഡ് ബൈ 2 ആണ്. ക്ലിയർ ആണോ? അതായത് കോസ് ഓഫ് ബീറ്റ t1 പ്ലസ് t2 പ്ലസ് 2 ഫൈൻ്റെ ഇന്റഗ്രൽ സൈൻ ഓഫ് ബീറ്റ t1 പ്ലസ് t2 പ്ലസ് 2 ഫൈ ഡിവൈഡഡ് ബൈ 2 ആണ്. ഇവിടെയും പൈ ഇല്ലേ, 2 ആണ്. പ്ലസ് കോസ് ബീറ്റ ഓഫ് t1 മൈനസ് t2, അപ്പൊ സൈൻ ഓഫ് ആൽഫ പ്ലസ് 4 പൈ ഈക്വൽ ടു സൈൻ തീറ്റ. നമുക്ക് ഇങ്ങനെ എഴുതാം, ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പൈ ഇൻറ്റു സൈൻ ബീറ്റ ഓഫ് t1 പ്ലസ് t2 ഡിവൈഡഡ് ബൈ 2 മൈനസ്, മനസ്സിലായിട്ടില്ലേ? അപ്പൊ ഇവിടുത്തെ തീറ്റേന്റെ പ്ലേസിൽ ബീറ്റ ഓഫ് t1 പ്ലസ് t2 ആണ്, എക്സ് തീറ്റേന്റെ പ്ലേസിൽ. അപ്പോൾ അതിനോട് 2 പൈയും കൂടി വന്നാൽ നമുക്കറിയാം സൈൻ ഓഫ് തീറ്റ പ്ലസ് 4 പൈ എന്ന് പറയുന്നത് സൈൻ തീറ്റ തന്നെയാണ്. അപ്പൊ സൈൻ ബീറ്റ t1 പ്ലസ് t2 ഡിവൈഡഡ് ബൈ 2 മൈനസ് സൈൻ പ്ലസ് 0 ആഡ് ചെയ്താൽ അതന്നെ ബീറ്റ t1 പ്ലസ് t2 ഡിവൈഡഡ് ബൈ 2 പ്ലസ് കോസ് ബീറ്റ ഓഫ് t1 മൈനസ് t2. ഈ സൈനും ഇതും ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ റിമൈനിങ് എന്ന് പറയുന്നത് ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പൈ ഇൻറ്റു കോസ് ബീറ്റ t1 മൈനസ് t2. ഈ 1/2 പൈ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ഔട്ട് സൈഡിൽ എടുക്കാൻ പാടില്ല. അതായത് ഈ 1/2 പൈ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേമിന്റെ മാത്രമാണ്. അപ്പം 1/2 പൈ ഇവിടെയാണ് വരുക കേട്ടാ, സോറി, ഇൻറ്റു 2 പൈ, ഇവിടെ ഇൻറ്റു 2 പൈ ഇൻറ്റു 2 പൈ. ഈ ആൽഫ സ്ക്വയർ മാത്രമാണ് കംപ്ലീറ്റ് പുറത്തുള്ളത്. അതായത് ഇവിടെ 2 പൈ കോമൺ ആയിട്ട് എടുക്കാൻ പറ്റൂല. എന്നാന്ന് വെച്ചാൽ ആൽഫ സ്ക്വയർ ഇൻറ്റു ആ 1/2 പൈ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ടേമിന് മാത്രമേ വരുന്നുള്ളൂ. മേലെ നോക്കി ആൽഫ സ്ക്വയർ ഇൻറ്റു ഡെഫിനിഷൻ വെച്ച് 0 to 2 പൈ കോസ് ബീറ്റ t1 പ്ലസ് t2 പ്ലസ് 2 പൈ ഇൻറ്റു 1/2 പൈ. ആ 2 പൈ എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഇതിന് ബാധകല്ല. ഈ കോസ് ബീറ്റ ഓഫ് t1 മൈനസ് t2 അത് ബാധകല്ല. അപ്പോ ആൽഫ സ്ക്വയർ ഇൻറ്റു കോസ് ബീറ്റ ഓഫ് t1 മൈനസ് t2. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ആൽഫ സ്ക്വയർ ഇൻറ്റു കോസ് ബീറ്റ ഓഫ് ടോ. t1 മൈനസ് t2 നമുക്ക് ടോ എന്ന് എഴുതാം. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഓട്ടോ കോറിലേഷൻ ആർ ഓഫ് t1 t2 എന്ന് പറയുന്നത് ആർ ഓഫ് t1 മൈനസ് t2 എന്നുള്ള ഫോമാണ്, അല്ലെങ്കിൽ ആർ ഓഫ് ടോ എന്നുള്ള ഫോമാണ്. അപ്പൊ നമുക്ക് പറയാം വൈഡ് സെൻസ് സ്റ്റേഷനറി പ്രോസസ് ആണ്.
മനസ്സിലായിനോ? ഈ 2π കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തു പോയതാണ്. ഇവിടെ 2π ഇതിനുള്ളിലാണ് വരിക. ഇത് 0 ആയി പോകും. സൈൻ t1 പ്ലസ് t2 ഡിവൈഡഡ് ബൈ 4π മൈനസ് സൈൻ ബീറ്റ ഓഫ് t1 പ്ലസ് t2 ഡിവൈഡഡ് ബൈ 4π. അത് 0 ആണ്. അപ്പോൾ ആൽഫ സ്ക്വയർ ഇൻറ്റു കോസ് ബീറ്റ ഓഫ് t1 മൈനസ് t2 മാത്രമേ ഉണ്ടാവും. അപ്പോൾ ആൽഫ സ്ക്വയർ ഇൻറ്റു കോസ് ബീറ്റ t1 മൈനസ് t2 വരും, വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ കോസ് ബീറ്റ ടോന്ന് എഴുതാം. t1 മൈനസ് t2 ടോന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ കോസ് ബീറ്റ ടോ. മനസ്സിലായിനോ? എഴുതിയെടുത്തോ, നോട്ട് ചെയ്തോട്ടാ. ഇതേ ടൈപ്പ് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത വൈഡ് സെൻസ് സ്റ്റേഷനറി പ്രോസസ്. അവിടെ 2 കണ്ടീഷൻ ഉണ്ടായിട്ടുണ്ട്. ഇ ഓഫ് എയും ഇ ഓഫ് ബി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെന്നുള്ളത്. അതാണ് ഈ പ്രോബ്ലം ആ പ്രോബ്ലം തമ്മിലുള്ള വ്യത്യാസം. ഇതിനേക്കാൾ ഈസിയാണ് മറ്റേ പ്രോബ്ലം. ഇനി അതെടുത്തൊന്ന് നോക്കിക്കോ, ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ. എന്നാല് കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത പ്രോബ്ലം മനസ്സിലാവും. എല്ലാവരും നോട്ട് ചെയ്യണേ. അറ്റൻഡൻസ് പ്ലീസ്. അക്ഷയ് വി. അക്ഷയ്. അഞ്ജന. അനുശ്രീ. ആഷ്ന. അശ്വിൻ. ഓക്കെ. അശ്വിൻ. ഓക്കെ. ഡൊമിനിക്. പ്രസന്റ് മിസ്. ഷീസ്. ആദിൽ. പ്രസന്റ് മിസ്. റോഷ്നി. പ്രസന്റ് മിസ്. ഷാരോൺ. ഓക്കെ. വിഷ്ണു. വൈഷ്ണവ്. വൈഷ്ണവ്. Absent is she's. Present miss. Okay. സൈഡിൽ എഴുതിയാൽ മതി. ടോ ഈക്വൽ ടു t1 മൈനസ് t2. അതുപോലെ സൈൻ തീറ്റ പ്ലസ് 4π സൈൻ തീറ്റയാണ്. ഇതൊന്നും എഴുതണമെന്നില്ല കേട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.